വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല ടെസ്റ്റുകളും ഉണ്ടാവുകയാണ്. കേന്ദ്രമന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് തിരിച്ചു മടങ്ങാൻ ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ കോൺഗ്രസിലിരുന്നപ്പോൾ തന്നെ വിമർശിച്ചിട്ടുള്ള മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥിനെ ആ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കി ആ പാർട്ടിയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മടിയുമില്ല എന്ന് കൃത്യമായി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കുകയാണ്. കമൽനാഥിനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും മാത്രമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മധ്യപ്രദേശിൽ നിലയ്ക്ക് നിർത്തേണ്ടത്. അതിനപ്പുറത്തേക്ക് വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ കമൽനാഥിൻ്റെ കയ്യിൽ നിന്നും പാർട്ടി പോവുകയാണ് എന്ന തോന്നലുണ്ടായാൽ അതിനെ വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള നാറിയ കളികളും കളിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത് കമൽനാഥ് നേതൃത്വം കൊടുത്തതുകൊണ്ട് മാത്രമാണ്. അതേസമയം 2018 ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ളവർ ശക്തമായി യുവാക്കളിലേക്ക് ഇറങ്ങി പ്രചരണം നടത്തിയതിൻ്റെ ഭാഗമായാണ് BJPയെ പോലും മറികടന്നുകൊണ്ട് ജയിച്ചു കയറിയത്. മധ്യപ്രദേശ് എന്ന് പറയുന്നത് BJPക്ക് വളരെയധികം അടിത്തറയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ഓർഗനൈസേഷൻ അത്രയധികം ശക്തമാക്കിയിട്ടുള്ള BJPയാണ് 2018 അവർ കൂച്ചുവിലങ്ങിട്ടത്. ഹാട്രിക് വിജയം നേടി വളരെയധികം ശോഭയോടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനെ വിറപ്പിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേക്കെത്തി. എന്നാൽ അതിൻ്റെ എല്ലാ ഫലവും കൊയ്തെടുക്കാൻ കമൽനാഥ് ഒറ്റയ്ക്ക് തീരുമാനിക്കുകയും അദ്ദേഹം ജ്യോതിരാദിത്യ സിന്ധ്യയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തു. ഒരു രാജാവും കുറേ ഭൃത്യന്മാരും കൂടെ ചേർന്നാണ് എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒടുവിൽ രാജ്യസമർപ്പണത്തിലേക്ക് പോയപ്പോഴും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കുടുംബത്തെ വരെ ആക്ഷേപിച്ചു. രാജകുടുംബമാണ് എന്ന് കരുതി അഹങ്കാരം തലയ്ക്ക് പിടിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പിതാവിനെ വരെ കളിയാക്കുന്ന രീതിയിൽ കമൽനാഥ് ഏറ്റവും മോശമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. മാധവ് റാവു സിന്ധ്യ എന്ന കോൺഗ്രസിന്റെ മുൻ നേതാവിന്റെ മകൻ കൂടിയായ ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം ആരുടെയും ഔദാര്യത്തിലല്ല ഉന്നത സ്ഥാനങ്ങളെല്ലാം അലങ്കരിച്ചത്. ഗുണ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, അവിടെ സിന്ധ്യ അല്ലാതെ മറ്റൊരാൾ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലത്തെ അദ്ദേഹം നിരവധി തവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയത്. അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നേതൃനിരയിലും രാഷ്ട്രീയപരമായി പാളിപ്പോയി. മധ്യപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് അടിമുടി തെറ്റി എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29-ൽ 29 സീറ്റും BJP തൂത്തുവാരിയതോടെ മനസ്സിലായി. അത് 1-2 വോട്ടിന്റെ ഭൂരിപക്ഷമല്ല, 6-7 ലക്ഷം. ശരാശരി ഒരു മണ്ഡലത്തിൽ BJP നേതൃത്വം നേടിയത് ബഹുഭൂരിപക്ഷമാണ്. മറ്റെല്ലായിടത്തും BJPയുടെ ശോഭ കെട്ടപ്പോൾ ഉത്തർപ്രദേശിൽ BJPയുടെ വലിയ മുന്നേറ്റം തടയുന്ന പ്രതീതി ഉണ്ടായപ്പോൾ പോലും ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ളവർ മധ്യപ്രദേശിൽ നിന്നും വിജയിച്ച ഭൂരിപക്ഷം നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇത്രമാത്രം ജനങ്ങൾ വെറുത്തത് എന്നുള്ളത് മനസ്സിലാക്കാം.